NABH 6th എഡിഷൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ AIC അതിൻ്റെ 5th സ്റ്റാൻഡേർഡ് AIC 5D ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്മിറ്റ്മെൻ്റാണ്. ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ഡയറക്റ്റ് കെയർ ഓഫ് ദാറ്റ് പേഷ്യൻറ്റ് ഷുഡ് ഡൂ ദാറ്റ് റീഅസസ്മെൻറ്റ്. നമുക്ക് പല നേഴ്സസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, പലരും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ട്രീറ്റിംഗ് ഡോക്ടർ വൺ ഓഫ് ദ സ്റ്റാഫാണ്. അപ്പോൾ റീഅസസ്മെൻറ്റ് സമയത്ത് കൊടുക്കുന്ന മരുന്നുകളെക്കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്യണം. അതേപോലെ തന്നെ വൈറ്റൽസ് ആ സമയത്ത് ഫിസിക്കൽ എക്സാമിനേഷൻസ് ഡോക്യുമെൻ്റ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സ് ആരാണോ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ അവർ ഡയറക്റ്റ് അത് എൻട്രി ചെയ്യണം. പലപ്പോഴും അത് പറഞ്ഞു കൊടുത്ത് മറ്റൊരാളായിരിക്കും എൻട്രി ചെയ്യുന്നത്. അതല്ല ആ ഒരു സ്റ്റാൻഡേർഡിൽ ആ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് പറയുന്നത്. അതിനാണ് നമ്മൾ ഗ്രേപ്സ് IDMRൻ്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ BSAയിൽ ഡയറക്റ്റ് ആ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുമ്പം തന്നെ റീഅസസ് ചെയ്യുമ്പോൾ ആ കെയർ ടേക്കേഴ്സായിട്ടുള്ള ഏത് സ്റ്റാഫിനും, ആ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇൻവോൾവ് ചെയ്ത ഏതൊരു സ്റ്റാഫിനും അവിടെ അവരുടെ റീഅസസ്മെൻറ്റ് ഇൻഫർമേഷൻ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ AIC 5D staff involved in direct clinical care, they should document reassessment.